സഹല. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോസ് എല്ലാം ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്, അതുപോലെ ഞാൻ എവിടെ പോയി എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാത്തിനും ആൻസറും പറയാം. അപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ ഈ ഒരു സ്റ്റഡി ടേബിളും ഈ ഒരു റൂമിൻ്റെ ഈ ഒരു സൈഡൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിങ്ക് തീം കണ്ട് എനിക്ക് ഭയങ്കര മടിയായി. അപ്പോൾ ഞാനിതൊരു മേക്ക് ഓവർ ചെയ്തെടുത്താലോ എന്ന് കരുതി. അപ്പോൾ ഇതൊരു റൂം മേക്ക് ഓവറായിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവറോ എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല, എന്ത് വേണമെങ്കിലും പറയാം. എന്തായാലും ഒരു മേക്ക് ഓവർ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നുണ്ട്. നിങ്ങളെ മെസ്സേജസും ഇമെയിൽസും എല്ലാം കാണാറുണ്ട്. പറ്റുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ കമൻറ്റ് ബോക്സൊക്കെ തുറക്കൽ ഇപ്പോൾ വളരെ റെയറായിട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വർക്കിലോട്ട് കുറേ കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിലോട്ട് അധികം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നു, പിന്നെ അത് അങ്ങോട്ട് ശീലമായി. പിന്നെ എല്ലാവരുടെയും വീഡിയോ ഇടാതായി. പിന്നെ ഷോർട്സ് എടുക്കലേ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഷാല്ലാ ഷോർട്സൊക്കെ ഇനിയും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയില്ല. പിന്നെ എക്സാമൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വന്നു. അപ്പോൾ പിന്നെ ഫുള്ള് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിലുള്ള വോള്. അപ്പോൾ ഇതിലിങ്ങനെ പിങ്ക് തീമിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജിബിലി ഗ്രീൻ തീമിലാണ്. അപ്പോൾ കാണാനും കുറച്ച് നൈസായിരിക്കും. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ കൂടെ ആ ഒരു കളർ പാലറ്റൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും വോളിൽ നിന്ന് ഓരോന്ന് എടുക്കുകയാണ്. ഇതെല്ലാം സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇതൊരു മിററാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റുകയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യുന്നത് കുറച്ചും നല്ലതാണ്. കാരണം നമുക്ക് ആ ഒരു യൂഷ്വൽ ബോറിങ് ഫീലിലോട്ടാണ്ട് വരില്ല. എനിക്കിപ്പോൾ വർക്ക് ചെയ്യാനൊക്കെ മടിയാണ്, ഇപ്പോൾ ഫുൾ മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ സ്ഥലമൊക്കെ ഒന്ന് മാറി വൈബൊക്കെ ഒന്ന് മാറിയാൽ മേ ബി ഞാൻ പിന്നെയും വർക്ക് ചെയ്യുമായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ ഒരു മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഹോസ്റ്റൽ റൂം എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള റൂമൊന്നുമല്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഐ മീൻ ക്ലീൻ ആയിട്ടുള്ള വോള്. എൻ്റെ വോളൊക്കെ ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ളൊരു പൊട്ട വാളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആക്കി എടുക്കുന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും കാണാനൊരു ഭംഗിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും ഒക്കെ ഒരുപാട് എംപ്റ്റി സ്പേസസ് ഉണ്ടാവും, വോൾസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെ ഭയങ്കര ചിലവ് ചുരുങ്ങിയ രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു വാളാക്കി മാറ്റാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ വോയിസിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ ഒരു വലിയ അപ്ഡേറ്റ് പറയാൻ പോവുകയാണ്. ഞാനൊരു ഐപാഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരുപാട് കാലത്തെ ഡ്രീമാണ് ഒരു ഐപാഡ് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ഫൈനലി വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലോങ് വീഡിയോ അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അത് നമ്മൾ സൂണായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടണം. അപ്പോൾ ഞാൻ ഒരുപാട് പിൻട്രസ്റ്റിലെല്ലാം ഇൻസ്പിറേഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനത്തെ തീമിലാണ് വേണ്ടത്, ഏതൊക്കെ പിക്ചേഴ്സാണ് വേണ്ടത്, അങ്ങനെ അതെല്ലാം ഞാനിങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റായിട്ടുള്ള പ്രിൻ്റ് എടുത്താണ്. അധികം ചിലവൊന്നും ആവില്ല. ഇതിന് 2 രൂപയ്ക്കേ ആവുള്ളൂ ഒരു A4 ഷീറ്റ് പ്രിൻ്റ് എടുക്കാൻ. അപ്പോൾ അത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പോലെ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ ഇൻസ്പിറേഷനൊക്കെ നോക്കുകയാണെങ്കിൽ പിൻട്രസ്റ്റ് നോക്കിയാൽ മതി. ഒരുപാട് റൂം ഡെക്കറിൻ്റെ അതുപോലെ വാൾ ഡെക്കറേഷൻസ് എല്ലാം ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിൻട്രസ്റ്റ് പോയിട്ട് ഇമേജസ് ഡൗൺലോഡ് ചെയ്യുക, അത് പ്രിൻ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ എനിക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പിൽ വേണം, ഞാൻ ഒരുപാട് പോളറോയിഡ് ടൈപ്പിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ വലിയ സ്റ്റിക്കറായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ സ്മോൾ മിനി കട്ടൗട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സൈസിലെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്നും വലിയ പണിയില്ല ആക്ച്വലി, അത്ര എക്സ്പെൻസൊന്നും ആവില്ല. നോർമൽ കളർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ക്രാഫ്റ്റ് വീഡിയോസ് എല്ലാം നിർത്തിയോ, ഇനി ചെയ്യൂലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ ഒരുപാട് സാധനങ്ങളും ഞാൻ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള സമയം ഇനി എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു സെമിസ്റ്റർ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. ഇനി ഞാൻ വീട്ടിലോട്ട് പോവും. പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ വന്നിട്ടായിരിക്കും ഷോർട്ട് വീഡിയോസ് എല്ലാം പിന്നെ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഗിവ് അവേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഗിവ് അവേൻ്റെ ഗിഫ്റ്റൊന്നും ഡെലിവറി ആവാത്തതുകൊണ്ട് തന്നെ അത് ക്യാൻസലായിപ്പോയി. 1-2 ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്
നാട്ടിൽ പോകുന്നതിൻ്റെ മുമ്പ് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ ഇനി അറിയില്ല, ഇനി എക്സാമൊക്കെ അടുത്തതുകൊണ്ട് തന്നെ എനിക്ക് മേ ബി ഗിവ് അവേ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ വിന്നറെ പിക്ക് ചെയ്തിട്ട് ആ ഗിഫ്റ്റ് അയക്കാനൊക്കെ കുറച്ച് ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അതെന്തായാലും ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ, ഐ ക്യാൻ മാനേജ്. അപ്പോൾ ഗിവ് അവേ ഉടനെ ചെയ്യുന്നതായിരിക്കും, ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് ഭയങ്കര വെയിറ്റിംഗ് ആണ്, ഒരുപാട് പേര് സാഡാണ് ഞാൻ ഗിവ് അവേ ഇതുവരെ ചെയ്യാത്തതുകൊണ്ട്. ബട്ട് ഐ എം സോ സോറി, ഞാനത് ഉടനെ ചെയ്യുന്നതായിരിക്കും. സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ്, ഇനി ഒരു പാർസലും കൂടെ വരാനുള്ളൂ. പിന്നെന്താ പറയാനുള്ളത്, അത്രയ്ക്കാണ് ഉള്ളത് ഇതുവരെ. പിന്നെ ഞാൻ എന്തോ ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു എല്ലാം പറയാനുള്ളത്, ഒന്നും ഓർമ്മയില്ല അപ്പോൾ. ഓക്കെ, പിന്നത്തെ കാര്യം, ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പെൻബാൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി 1-2 പെൻബാലും കൂടെ എനിക്ക് ചെയ്യാനുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർക്കും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള പെൻബാലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇനി പുറത്തുനിന്നുള്ള പെൻബാൽസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ സൂൺ എല്ലാവരും പെൻബാലും എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ അയച്ചു തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റഗ്രാമിൽ, ഞാൻ അഡ്രസ്സ് തരാം. വീഡിയോയിൽ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് അഡ്രസ്സ് അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അറൗണ്ട് 23K ആയിട്ടുണ്ട്. 23K എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരിക്കലും എന്താ പറയുക, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് 23,000 ആൾക്കാർ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബിഗ് തിങ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പിന്നെന്താ, അങ്ങനെ ഇപ്പോൾ എല്ലാ പ്രിൻ്റ് എടുത്തതും ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ജിബ്ലി തീമിലുള്ള വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈയിടെയായിട്ട് ഫുള്ള് ജിബ്ലി മൂവീസൊക്കെയാണ് കാണുന്നത്, ഐ മീൻ ആനിമി മൂവീസാണ് കാണുന്നത്. പിന്നെ എന്താ ഇപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മളിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാറില്ല, കാരണം നമ്മൾ വാൾസ് ഭയങ്കര ഡാമേജ് ആകും. ഓൾറെഡി ഡാമേജ് ആണ്, ഇനിയിപ്പോൾ കൂടുതൽ ഡാമേജ് ആക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഗ്ലൂ ആക്കി ഒട്ടിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഓരോന്ന് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി കൊളാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏത് സ്റ്റൈലിൽ വേണം ഒട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഫേക്ക് പ്ലാന്റോ വെയിൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രൈ റോസസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ബേസ്മെൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു പോട്ട് പോലത്തെ സാധനം കിട്ടി. അപ്പോൾ അത് ആരുതോ ആണ്, എനിക്കറിയില്ല, അവിടെ വെറുതെ കിടക്കുന്ന എടുത്തുകൊണ്ട് വന്നതാണ്. ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. അപ്പോൾ അതെന്തായാലും ഈ ഒരു ജിബിലി തീമിലോട്ട് മാച്ച് ആവുന്നതുകൊണ്ട് തന്നെ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ 1-2 ഫേക്ക് പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. മീഷോന്നാണോ ഫ്ലിപ്കാർട്ടാണോ ഉറപ്പില്ല. ഐ തിങ്ക് ഞാൻ രണ്ട് സ്ഥലത്തു നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. അതിന് വല്ല റേറ്റൊന്നും വരുന്നില്ല, അതാണിത്. അപ്പോൾ അത് ജസ്റ്റ് ആ പോട്ടിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുത്ത് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച ഒരു പൊട്ട ഐഡിയ ആയി പോകുന്നു, പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ ഫെയറി ലൈറ്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു ഫേക്ക് പ്ലാന്റിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അതങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ആ വാൾ നന്നായിട്ട് ഇഷ്ടമായി, കാരണം പഴയതിനേക്കാളും ഇഷ്ടമായി. പിന്നെ എൻ്റെ ടേബിൾ ആകെ മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ കംപ്ലീറ്റ് ഇപ്പോൾ ഫെയറി ലൈറ്റെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് എന്തോ ഒരു മിസ്സിങ് ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുക. ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വേറെ എവിടെയൊന്നും കിട്ടിയതല്ല, എൻ്റെ ഫ്രണ്ട് നിനു ഷാജിയുടെ വീഡിയോയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ പുള്ളിയൊരു വീഡിയോയിൽ ഇങ്ങനെ ബോസ് ഉണ്ടാക്കിയിട്ട് വേൾഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന്, അങ്ങനെ അതും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ടേബിളിൽ ഇരിക്കുന്ന കുറച്ച് ഫേക്കല്ല, റിയൽ ഡ്രൈഡ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കുറേ കാലമായിട്ട് ഈ ഫ്ലവർ ഡ്രൈ ആയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടേബിളിൽ ബാക്കി ഭാഗം കൂടെ ശരിയാക്കാം. പിന്നെ ഈ എംറ്റിനെസ് തോന്നിയതുകൊണ്ട് തന്നെ ബവ് എടുത്ത് കെട്ടാൻ പോവാണ്. അപ്പോൾ ഒരുപാട് ബവ് ഞാനിതുപോലെ കെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ടേപ്പ് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നിനുവിൻ്റെ ഐഡിയ ആണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായ ഒരു ഐഡിയ ആണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതും കൂടെ വെച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ആ ഒരു വാൾ ഏരിയ. അപ്പോൾ ഇനി എൻ്റെ ടേബിളും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്താൽ നല്ല നൈസായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. പഠിക്കാതിരിക്കാനുള്ള ഓരോ കാരണങ്ങളെ.
പിന്നെ ഞാൻ ഐപാഡിലാണ് ഇപ്പോൾ ഫുൾ പരിപാടി. അങ്ങനെ ഇതെല്ലാം ക്ലീനാക്കി വെച്ച ശേഷം ഞാൻ ജസ്റ്റ് 1-2 വീഡിയോസ് എല്ലാം കണ്ടിങ്ങനെ സമയം കളയാമെന്ന് കരുതി. അപ്പോഴും ഞാൻ പഠിക്കുന്നില്ല. ഐ എം സോ ലേസി. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പഠിക്കാനൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ സറൗണ്ടിങ്സിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. അങ്ങനെയാണ് എൻ്റെ ഒരു തിയറി. സോ എല്ലാം ക്ലീൻ ആൻഡ് നീറ്റൊക്കെ ആയി ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും മൈ ഗോഡ് എന്തെങ്കിലും ഒന്ന് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ എൻ്റെ ചാനലൊക്കെ ഓപ്പൺ ചെയ്തു. ചാനലിൽ ഓരോ കാര്യങ്ങൾ നോക്കി ലൈക്ക് കമൻസ് എല്ലാം വായിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കമൻസൊക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് കമൻസ് ഉണ്ട്. ഐ മീൻ പോസിറ്റീവ് കമൻസ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ്സ് 1-2 ഉണ്ടാവുള്ളൂ. പക്ഷെ അതും ഭയങ്കര കോമഡിയാണ്. നെഗറ്റീവ്സ് ഞാനിപ്പോൾ എൻജോയ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ ചെയ്തതിലെല്ലാം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ അവരെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് ഫൺ ആക്ച്വലി. സോ അത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ വീഡിയോൻ്റെ കാര്യം എനിക്കറിയാം, ഞാൻ നല്ലോണം ഡിലേ ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി കൺസിസ്റ്റൻ്റ് ആവാം. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ എനിക്കെൻ്റെ പെൻബാല് നീനു ഷാജിൻ്റെ പെൻബാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതിന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ എന്താ ചെയ്യാത്തത്, പെൻബാൽ ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണുള്ളത്. പിന്നെന്താ, ഞാൻ ഒരുപാട് കാര്യം ലിസ്റ്റ് ചെയ്തിരുന്നു, മറന്നുപോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വോളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.